ഹലോ, വെൽക്കം ബാക്ക്. ഞാൻ ഹസൻ. ഈ ഒരു ക്ലാസ്സിലൂടെ സ്ക്രൈബർ എന്ന ടൂളിനെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സ്ക്രൈബർ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളിവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്, ഏതെങ്കിലും ഒരു മെറ്റീരിയലൊക്കെ ഒരു ലൈനൊക്കെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം കണ്ടില്ലേ, ട്രൈ സ്ക്വയർ വെച്ചിട്ട് ഇവിടെ നമ്മളൊരു സ്ട്രൈറ്റ് ആയിട്ട് ഈ സ്ക്രൈബർ ഉപയോഗിച്ച് ഈ രീതിയിൽ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കും. അപ്പോൾ അത് ആണ് അതിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു പോയിന്റ് ആംഗിൾ വന്നിട്ട് 12 ഡിഗ്രി മുതൽ 15 ഡിഗ്രി വരെ ആയിരിക്കും. ഇത് ടൂൾ നിർമ്മിച്ചിരിക്കുന്നത് ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ടായിരിക്കും. ഓക്കെ, ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ. അപ്പൊ നമുക്ക് നോക്കാം. ഇൻ ലേ ഔട്ട് വർക്ക്, okay, in layout work it is necessary to scribe lines to indicate the dimension of the work piece to be filed or machined. ഇതൊരു വർക്ക് പീസ് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഒരു ഇത്തരത്തിലുള്ള ഒരു എൽ ഷേപ്പ് നമുക്ക് കട്ട് ചെയ്യണം, ഒരു ഫയൽ ചെയ്യണം അല്ലെങ്കിൽ മെഷീൻ ചെയ്യണം. അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ വര ഇടേണ്ടതായിട്ടുണ്ട്. സോ ആ ഡയമെൻഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ അതിനെ അറിയാൻ വേണ്ടിയിട്ട്, അപ്പോൾ അങ്ങനെ ഒരു വര ഇടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇത് ലൈൻസ് സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ക്രൈബർ യൂസ് ചെയ്യുന്നുണ്ടാവുക. സ്ക്രൈബർ ഈസ് എ ടൂൾ യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്. അപ്പോൾ സ്ക്രൈബർ അതിന് വേണ്ടിയിട്ടാണ്, ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് മെയ്ഡ് ഓഫ് ഹൈ കാർബൺ സ്റ്റീൽ ആൻഡ് ഇസ് ഹാർഡൻഡ്. ഇതെന്ന് പറയുന്നത് ഹൈ കാർബൺ സ്റ്റീൽ HCS ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്, ഹാർഡൻഡ് ആക്കിയിട്ടുണ്ട്. ഫോർ ഡ്രോയിങ് ക്ലിയർ ആൻഡ് ഷാർപ്പ് ലൈൻസ് ദ പോയിന്റ് ഷുഡ് ബി ഗ്രൗണ്ട് ആൻഡ് ഹോൾഡ് ഫ്രീക്വൻലി ഫോർ മെയിൻറ്റെയിനിങ് ഷാർപ്നെസ്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വരകൾ ഇടുന്ന സമയത്ത് ഷാർപ്പ് ലൈൻസ് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പോയിന്റ് എന്താണ്, ഗ്രൈൻഡ് ചെയ്യുകയും ഹോൺ ചെയ്യുകയും ചെയ്യണം ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ അതിൻ്റെ ഷാർപ്നെസ് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി scribers are available in different shape and size. The most commonly used scriber plain scriber. Plain scriber ആണ് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത്. ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പോയിന്റ് ആംഗിൾ എന്ന് പറയുന്നത് 12 ഡിഗ്രി മുതൽ 15 ഡിഗ്രി വരെയാണ്. പ്ലെയിൻ സ്ക്രൈബർ ആണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വെർനിയർ ഹൈറ്റ് ഗേജ്, ഓക്കെ, വെർനിയർ ഹൈറ്റ് ഗേജിൽ യൂസ് ചെയ്യുന്ന സ്ക്രൈബർ എന്ന് പറയുന്നത് ഏത് സ്ക്രൈബർ ആണ്, ഓഫ്സെറ്റ് സ്ക്രൈബർ ആണ്. അതുകൂടി നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇത്രയും ഒരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ചോദിക്കാറുള്ളതാണ്. ഇനി വൈൽ സ്ക്രൈബിംഗ് ലൈൻസ് സ്ക്രൈബ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, സ്ക്രൈബർ ഇസ് യൂസ്ഡ് ലൈക്ക് എ പെൻസിൽ, ഒരു പെൻസിൽ പോലെ. സോ ദാറ്റ് ദ ലൈൻസ് ഡ്രോൺ ആർ ക്ലോസ് ടു ദ സ്ട്രൈറ്റ് ചേർന്നുകൊണ്ട് ഒരു പെൻസിൽ പോലെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, വരയ്ക്കുന്നുണ്ടാവുക. സ്ക്രൈബ് പോയിന്റ് ആർ വെരി ഷാർപ്പ്, therefore do not put the plain scriber in your pocket. അതിന്റെ പോയിന്റ് 12 ഡിഗ്രി മുതൽ 15 ഡിഗ്രി വരെ എന്ത് ചെയ്തിരിക്കുന്നു, ആംഗിൾ ഉണ്ടായിരിക്കും, വളരെ ഷാർപ്പാണ് അതിന്റെ പോയിന്റ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പോക്കറ്റിൽ ഇടാൻ പാടില്ല. അതെന്താണ്, ആക്സിഡന്റ് ആവാനുള്ള കാരണമാകും, പരിക്കുകൾ പറ്റാനുള്ള കാരണമാകും. അതുപോലെ തന്നെ അതിന്റെ പോയിന്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ആക്സിഡന്റുകളെ പ്രിവെന്റ് ചെയ്യാൻ, തടയാൻ വേണ്ടിയിട്ട് അതിന്റെ പോയിന്റിൽ ഉപയോഗിക്കാതിരിക്കുന്ന സമയത്ത് ഒരു ഫോർക്ക് വെച്ചിട്ടുണ്ടായിരിക്കണം എന്നുള്ളതും ശ്രദ്ധിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് സ്ക്രൈബറിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, മനസ്സിലാക്കാനായിട്ടുള്ളത്. അപ്പം കുറച്ച് പോയിന്റുകളേ ഉള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ്, ഇത് ലൈൻസ് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പോയിന്റ് ആംഗിൾ 12 ഡിഗ്രി മുതൽ 15 ഡിഗ്രി വരെയാണ്. ഹൈ കാർബൺ സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മിക്കുന്നത്. അതിന്റെ ഷാർപ്നെസ് നിലനിർത്താൻ വേണ്ടി ഇടയ്ക്കിടെ ഗ്രൈൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആക്സിഡന്റ് തടയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന സമയത്ത് അതിന്റെ പോയിന്റിൽ നമ്മൾ കോർക്ക് സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.